ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഹൗസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലൻ ഗിൻസ്ബർഗ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഇൻ കാലിഫോർണിയ ആണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ പോയറ്റായ അലൻ ഗിൻസ്ബർഗിനെ പറ്റി പറയണം. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ടേമാണ് ബീറ്റ് ജനറേഷൻ. എന്താണ് ബീറ്റ് ജനറേഷൻ? അപ്പം നമുക്കത് എന്താണെന്ന് പഠിക്കണം. It was a literary movement that began after the Second World War and known for its liberal attitudes toward life. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമുക്ക് തന്നെ അറിയാം ഒരുപാട് മൂവ്മെൻറ്റ് ലിറ്ററേച്ചറിൽ പോയട്രിയിലാണെങ്കിലും ഡ്രാമയിലാണെങ്കിലും ഒക്കെ ഒറിജിനേറ്റ് വന്നു അല്ലേ. ഇപ്പോൾ നമ്മുടെ നോവൽസിലൊക്കെ ആണെങ്കിൽ എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നോവൽസ്, സൈക്കോളജിക്കൽ നോവൽസ് ഒക്കെ വന്നു. അതുപോലെ പോയട്രിയിലാണെങ്കിൽ നമ്മുടെ ഈ ബീറ്റ് ജനറേഷൻ വരുന്നുണ്ട്. ഡ്രാമയിലാണെങ്കിൽ എന്താണ് അബ്സേർഡ് ഡ്രാമ, കിച്ചൺ സിങ്ക് ഡ്രാമ പോലുള്ള ഡ്രാമാസ് ഒക്കെ വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ പോയട്രിയിൽ വന്ന ഒരു മൂവ്മെൻ്റ് ആണ് എന്ത് ബീറ്റ് ജനറേഷൻ. ഇവർ ലൈഫിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ലിബറലായിട്ട് കാണുന്ന ആൾക്കാരാണ്. This movement rejected traditional narrative elements of novels, short stories, and poems and materialism. The writers in this movement valued things like the clear and explicit portrayal of human condition, sexual liberation, and more. Okay, അപ്പോൾ എല്ലാം അവരൊരു സിമ്പിൾ വേയിലാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ബീറ്റ് ജനറേഷൻ. ഈ ഒരു പോം ചോദിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇത് കൂടെ എഴുതി വെക്കാൻ പറ്റും കേട്ടോ അഡീഷണൽ ആയിട്ട്. ഇനി നമുക്ക് നമ്മുടെ പോം നോക്കാം. ആ സൂപ്പർ മാർക്കറ്റ് ഇൻ കാലിഫോർണിയ. Ginsberg and his poem actually went on trial in California since the poem was considered indecent, and a judge later ruled that because of Ginsberg ഫസ്റ്റ് അമെൻമെൻറ്റ് റൈറ്റ്സ്. ഓക്കെ, അതായത് ഇദ്ദേഹത്തിന് മറ്റൊരു പോം ഉണ്ടായിരുന്നു ഹൗൾ എന്ന് പറഞ്ഞിട്ട് ഹൗൾ. അപ്പോൾ ഈ ഒരു പോം നമ്മൾ പറഞ്ഞില്ല ലിബറൽ ആശയങ്ങളൊക്കെയാണ് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്. ആ ഒരു ആശയത്തിൻ്റെ പുറത്ത് തന്നെ ഇൻഡീസൻ്റ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്ത് ഇദ്ദേഹം കോടതിയിലൊക്കെ കയറേണ്ടി വരുന്നുണ്ട്. ഇനി നമ്മുടെ ഒരു പോം എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ ഇടയ്ക്ക് വളരെയധികം പോപ്പുലാരിറ്റി നേടിയ ഒരു പോമാണ് 1956. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഇദ്ദേഹം ന്യൂയോർക്കിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ണറിനെ കാണുന്നുണ്ട്. പിന്നെ അവരുടെ പേരാണ് പീറ്റർ ഒർലോസ്കി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഓൾസോ ഇൻ സാൻ ഫ്രാൻസിസ്കോ വെയർ ഗിൻസ്ബർഗ് മീറ്റ് അതർ കീ പ്ലേയേഴ്സ് ഇൻ ദ ബീറ്റ് ജനറേഷൻ. നമ്മുടെ പോമിൽ ഒരു സ്പീക്കറുണ്ട്. മോസ്റ്റ് പ്രോബബിളി ആര് തന്നെ ആയിരിക്കാം, ഗിൻസ്ബർഗ് തന്നെയാണ്. അദ്ദേഹം നമ്മുടെ മറ്റൊരു അമേരിക്കൻ പോയറ്റായ വാൾട്ട് വിറ്റ്മാൻ, അദ്ദേഹം 1892 മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് ഈ ഒരു പോയട്രി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പോയറ്റ്, അതായത് നമ്മുടെ വാൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്ന ഈ പോയറ്റ് ഒരുപാട് പോയറ്റ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കിനി സ്ട്രക്ചർ നോക്കാം. ആ പോമിൻ്റെ സ്ട്രക്ചറും ഫോമും എങ്ങനെയാണെന്ന്. ഈ ഒരു പോമിൽ ഒരുപാട് അല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ ആദ്യമേ അസ്യൂം ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ റീഡേഴ്സിനൊക്കെ പോയട്രി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി, മിതോളജി അതിനെയൊക്കെ പറ്റിയൊരു പ്രയർ നോളജ് ഉണ്ടായിരിക്കാം. ഇനി ഇദ്ദേഹത്തിൻ്റെ പോയട്രി 3 സ്റ്റാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്രീ വോയിസിൽ എഴുതപ്പെട്ടതാണ്. നമുക്ക് തന്നെ അറിയാം മോഡേൺ പോയട്രി എല്ലാം ഫ്രീ വോയിസിലാണ്. ഓക്കെ, നമുക്കിനി ആദ്യത്തെ സ്റ്റാൻസ നോക്കാം. ഓക്കെ, വാട്ട് തോട്ട്സ് ഐ ഹാവ് ഓഫ് യു ടുനൈറ്റ്, Wild Whitman, for I walked down the side streets under the trees with a headache, self-conscious, looking at the full moon. In my hungry fatigue and shopping for images, I went into the neon fruit supermarket, dreaming of your enumerations. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇദ്ദേഹം ആ ഒരു പോയറ്റിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഒരു ലിറ്റററി ഡിവൈസിനെ പറ്റി പഠിക്കുന്നത് അപ്പസ്ട്രഫി എന്ന് പറയുന്നത്. അപ്പസ്ട്രഫി എന്ന് പറഞ്ഞാൽ ലിറ്റററി ഡിവൈസ് എന്ന് വെച്ചാൽ ആരെയും അഡ്രസ്സ് ചെയ്യാണ്, പക്ഷെ ആ ആളപ്പോൾ അവിടെ പ്രസന്റ് അല്ല. എക്സാമ്പിളായിട്ട് നമ്മുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സിലെ അപ്പസ്ട്രഫി ടു ഹാലൻ എന്ന് പറഞ്ഞൊരു മറ്റൊരു പോമുണ്ട്. അതും ഇതുപോലെ അപ്പസ്ട്രഫി യൂസ് ചെയ്യുന്ന ഒരു പോമാണ്. ആളവിടെ കറൻ്റ് ഇല്ല, പക്ഷെ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇദ്ദേഹം വാൾട്ട് വിറ്റ്മാനോട് തന്നെ സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ തന്നെ മെൻഷൻ ചെയ്യുകയാണ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. ഇനി ഇദ്ദേഹം വാൾട്ട് വിറ്റ്മാനോട് സംസാരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? വാട്ട് തോട്ട്സ് ഐ ഹാവ് ഓഫ് യു ടു നൈറ്റ്, വാൾട്ട് വിറ്റ്മാൻ, for I walked down the streets under the trees with a headache, self-conscious, looking at the full moon. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ രാത്രിയിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു പോവുകയാണ്. അടുത്ത ലൈനിൽ അദ്ദേഹം പിന്നെയും വിറ്റ്മാനോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിനോട് പറയുകയാണ്, അതായത് അദ്ദേഹം ഇപ്പോൾ ഒരു ഹംഗ്രി ഫെറ്റിഗിലാണ്. അപ്പോൾ അദ്ദേഹം നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. അവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഫുഡിന് വേണ്ടിയിട്ടുമല്ല, പക്ഷേ പകരം ഇമേജസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹംഗ്രി ഫെറ്റിക് എന്തിനുള്ള ഹംഗ്രി ആയിരിക്കാം? ഒരുപാട് ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പക്ഷേ ആ ഒരു ഹംഗ്രിനെസ് ആയിരിക്കാം. In the next lines, it is seen that the speaker is shopping for the sights that he sees, not for food. അപ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം
അദ്ദേഹം ഫുഡിന് വേണ്ടിയിട്ടല്ല, സൈറ്റ്സിന് വേണ്ടിയിട്ട്, ഇമേജസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിരിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം ആ ഒരു സൂപ്പർ മാർക്കറ്റിനെ വിളിക്കുന്നത് ആ നിയോൺ ഫ്രൂട്ട് സൂപ്പർ മാർക്കറ്റ് എന്നാണ്. അതായത് നിയോൺ ലാമ്പ് ബൾബൊക്കെ ഇല്ലേ, ഭയങ്കര കളർഫുൾ ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഫ്ലൂറസൻസ് പച്ച എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര കളർഫുൾ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരുപാട് ഒരു ബ്രൈറ്റ് ലൈറ്റ്സ്, അതുപോലെ ക്യാച്ചി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം റീഡേഴ്സിനും അത് അദ്ദേഹം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ആ ഒരു ഇമേജസ് കൊടുക്കുന്നുണ്ട്. He says he enjoyed the store dreaming of a enumeration. ഈ enumeration എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതുപോലെ സ്കെഡ്യൂൾ ചെയ്യില്ലേ, നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ലിസ്റ്റ് ആയിട്ട് സ്കെഡ്യൂൾ ചെയ്യില്ലേ, അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ എനുമറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനുമറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി വിറ്റ്മാൻ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്? ഇദ്ദേഹത്തിന്റെ എനുമറേഷനെ പറ്റി ഇമാജിൻ ചെയ്തുകൊണ്ടാണ്. ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ആ ഒരു കഴിവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. Ginsberg probably also intended to use the word since most people create shopping lists before going to grocery shopping. Instead of consulting a food list, he is instead of checking the works of his favorite poet. Okay. അപ്പം ഒരു കുറേ ഷോപ്പിങ്ങിന് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ നോക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പോയിറ്റ്സിന്റെ വർക്ക്സ് ആണ് ഇദ്ദേഹം ആലോചിക്കുന്നത്. നമുക്കിനി അടുത്ത സ്റ്റാൻസ് നോക്കാം. വാട്ട് പീച്ചസ് ആൻഡ് വാട്ട് പെനുംബ്രാസ്. Whole family shopping at night, aisles full of husbands, wives in the avocados, babies in the tomatoes, and you, Garcia Lorza, what were you doing down by watermelons? ഇവിടെ നമുക്ക് പിന്നെയും ഇദ്ദേഹം കാണുന്ന ഇമേജസിനെ കാണാൻ പറ്റും. കുറേ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ, കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എല്ലാം നോക്കുകയാണ്. അതായത് കുറേ പീച്ചസ്, കുറേ ഫ്രൂട്ട്സ് അവിടെ ഉണ്ട്. അതുപോലെ പിന്നെ ഓരോരുത്തരും ഓരോ ഫാമിലീസ് ഇതുപോലെ ഷോപ്പ് ചെയ്യാണ്. അപ്പോൾ ഹസ്ബൻഡ്സ് ആണെങ്കിൽ ഐൽസിലാണ്, അല്ലെങ്കിൽ വൈഫ്സ് ആണെങ്കിൽ അവക്കാഡോസിൻ്റെ അടുത്താണ്, ബേബീസ് ആണെങ്കിൽ ടൊമാറ്റോസിൻ്റെ അടുത്താണ്, അങ്ങനെയൊക്കെ പറയാണ്. ഇനി ഇദ്ദേഹം മറ്റൊരു ഡെഡ് പോയിന്റ് ആയ ഗാർഷിയ ലോഴ്സ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ട്. ഗാർഷിയ ലോർക്ക എന്ന് പറയാം, നമുക്ക് ലോർഷ എന്ന് പറയാൻ എളുപ്പം. ഓക്കെ. അദ്ദേഹം ഒരു സ്പാനിഷ് പോയറ്റായിരുന്നു. സ്പാനിഷ് സിൽവർ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു പോയറ്റായിരുന്നു ഗാർഷിയ ലോർഷ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടും ഈ സ്പീക്കർ സംസാരിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം ഒരുപാട് പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മീൻസ് അദ്ദേഹം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പങ്ക്ച്വേഷൻ അദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ആൻസർ. I saw you, Walt Whitman, childless, lonely old grubber, poking about the meats in the refrigerator and eyeing the grocery boys. I heard you asking questions of each. Who killed the pork chops? What price bananas? Are you my angel? I wandered in and out of the brilliant sacks of cans following you, and followed in my imagination by the store detective. We strode down the open corridors together in our solitary fancy, tasting artichokes, possessing every frozen delicacy, and never passing the cashier. ഇവിടെ ആദ്യത്തെ ലൈനിൽ ഇദ്ദേഹം പറയുന്നു, വാൾട്ട് വിച്ച്മാൻ എന്തുവായിരുന്നു ചെയ്തത്? അദ്ദേഹം മീറ്റ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്, അതുപോലെ ഗ്രോസറി ബോയ്സിന്റെ മേലൊരു കണ്ണുമുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വാൾട്ട് വിച്ച്മാൻ ലൈഫിൽ അദ്ദേഹം ഒരു ഹോമോസെക്ച്വൽ ആയിരുന്നു, അതൊരു സീക്രട്ട് ആയിരുന്നില്ല. സോ ആ ഒരു പോയിന്റ് ആണ് നമ്മൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഓൺ എ സൈഡ് നോട്ട്, ബോത്ത് ഗിൻസ്ബർഗ് ആൻഡ് ഗാർഷ്യ ലോഴ്സ വെർ ഓൾസോ ഗേ, which is perhaps why Ginsberg makes mention of the other poets in his work. ഓക്കെ. അപ്പം നമ്മൾ ഈ ഗാർഷ്യ ലൂഷയുടെ കാര്യം കുറച്ച് മുന്നേ മെൻഷൻ ചെയ്തില്ല, അദ്ദേഹവും ഒരു ഗേ ആയിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം ഇവരുടെ കാര്യം ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്, ആസ് ദേ ആർ ഹോമോസെക്ഷൽസ്. പിന്നീട് നമ്മുടെ പോയറ്റ് ഈ വാൾട്ട് വിച്ച്മാൻ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് നോക്കി ഇദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിനോട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആർ യു മൈ ഏഞ്ചൽ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്പീക്കറും അദ്ദേഹത്തിൻ്റെ മ്യൂസും കൂടെ ആ സ്റ്റോറിൽ കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്, എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്തും ഹാൻഡിൽ ചെയ്തും. പക്ഷെ ഒരിക്കൽ പോലും അവർ ക്യാഷ്യറിൻ്റെ അടുത്ത് പോയിട്ടില്ല. അവരിങ്ങനെ ഉഴപ്പി നടക്കുകയാണ്, അവരിങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ സാധനങ്ങളൊക്കെ ഫുഡ് ചെയ്തും ടേസ്റ്റ് ചെയ്തും നടക്കുകയാണ്. ദ സ്പീക്കർ ഓൾസോ അഡ്മിറ്റ്സ് ടു ബീങ് ഫോളോഡ് ഇൻ മൈ ഇമാജിനേഷൻ ബൈ ദ സ്റ്റോർ ഡിറ്റക്റ്റീവ്. അപ്പോൾ പോയിട്ട് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഇമാജിനേഷനിൽ എന്നെ ആ സ്റ്റോർ ഡിറ്റക്റ്റീവ്, അതായത് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാനുണ്ടോ അല്ലെങ്കിൽ ഉടായിപ്പാണോ എന്ന് അറിയാൻ വേണ്ടി പുറകെ നടക്കുമല്ലോ, അപ്പോൾ അവരെൻ്റെ പുറകെ ഫോളോ ചെയ്ത് വരുന്നത് പോലെ നമ്മുടെ പോയറ്റ് ഇമാജിനും ചെയ്യുന്നുണ്ട്. നമുക്കിനി ഫൈനൽ നോക്കാം. Where are we going, Walt Whitman? The doors close in an hour. Which way does our beard point tonight? I touch your book and dream of our Odyssey in the supermarket and feel absurd. Will we walk all night through the solitary streets? The trees add shade to shade, lights out in the houses. We will both be lonely. Will we stroll dreaming of the lost America of love past blue automobiles in driveways, home to our silent cottage? Ah, dear father, greybeard, lonely, all-courage teacher, what America did you have been when Charon quit polishing his fairy and you got out on a smoking bank and stood watching the boat disappear on the black waters of Leith?
നമുക്കിനി നമ്മുടെ ഫൈനൽ സ്റ്റാൻസ നോക്കാം. ഈ സ്റ്റാൻസയിൽ എന്തോ ഒരു കൈവിട്ട അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഫേറ്റ് ആണ് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ സ്പീക്കറിന് അറിയാം അദ്ദേഹം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ സ്റ്റോർ ഉടനെ ക്ലോസ് ആവും. ഓൾസോ ഹി ഇംപ്ലോസ് വിറ്റ്മാൻ ടു ടെൽ ഹിം വെയർ ദേ വിൽ ബി ഗോയിങ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത്, ഈ ഒരു ഷോപ്പ് ഇപ്പോൾ അടയ്ക്കും എന്നുള്ള സത്യം ഇദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത്. അതുപോലെ ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യാണ്, ഇദ്ദേഹം ഭയങ്കര അബ്സേർഡ് ആയിട്ട് തോന്നുന്നുണ്ട് ദാറ്റ് ഹി ഈസ് ബീൻ ടച്ചിങ് ദ പോയറ്റ്സ് ബുക്ക് ആൻഡ് ഡ്രീമിങ് ഓഫ് ദ ഒഡീസി ഇൻ ദ ഗ്രോസറി സ്റ്റോർ. അതായത് ഇദ്ദേഹം ഈ ഒരു പോയറ്റിന്റെ ബുക്ക് ടച്ച് ചെയ്തിട്ട് ആ ഒരു ഒഡീസി അല്ലെങ്കിൽ ആ ഒരു പാരഡൈസിനെ പറ്റിയാണ് ഇദ്ദേഹം ഡ്രീം ചെയ്യുന്നത്, ആ ഒരു ഗ്രോസറി സ്റ്റോറിനെ പറ്റിയിട്ട്. ഈവൻ ദോ ഹി ഫീൽസ് ദിസ് വേ ഹി ഡസ് നോട്ട് വാണ്ട് ദ ജേർണി ടു എൻഡ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അതൊരു അബ്സേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഈ ഒരു ജേർണി അവസാനിക്കണം എന്നൊരു ആഗ്രഹമില്ല. കാരണം അദ്ദേഹത്തിന്റെ വളരെ ഫേവറേറ്റ് ആയ വിറ്റ്മാനോടൊപ്പമാണ് അത് സഞ്ചരിക്കുന്നത്. He asks if they will be walking the streets together alone and lonely as the rest of the city closes up and goes to sleep. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര സ്റ്റോർ അടയ്ക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇതുപോലെ നടക്കുകയാണെങ്കിൽ എൻറ്റയർ സിറ്റി എന്താണ്, എല്ലാം ഇപ്പോൾ അടച്ചു പൂട്ടും, എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പോയറ്റ് അദ്ദേഹത്തിനെയും അതുപോലെ തന്നെ ഹോൾ അമേരിക്കൻ പീപ്പിൾ അവർ തമ്മിലുമുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഇദ്ദേഹം തന്നെ ഇവിടെ വെക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം എഴുതുന്നത് വി വിൽ സ്റ്റോൾ ഡ്രീമിംഗ് ഓഫ് ദ ലോസ്റ്റ് അമേരിക്ക ഓഫ് ലവ് പാസ് ബ്ലൂ ഓട്ടോമൊബൈൽസ് ഇൻ ഡ്രൈവേസ് ഹോം ടു അവർ സൈലന്റ് കോട്ടേജ്. അതായത് ഇദ്ദേഹം പാസ്റ്റ് അമേരിക്ക, അതായത് കഴിഞ്ഞു പോയ അമേരിക്ക. ഇപ്പം നിങ്ങൾ കേട്ട് കാണുമല്ലോ ന്യൂ അമേരിക്ക. ന്യൂ അമേരിക്ക മീൻസ് അമേരിക്കൻ ഡ്രീം ആണ്, അമേരിക്കൻ ഡ്രീം. അപ്പോൾ ഈ ഒരു അമേരിക്കൻ ഡ്രീം അല്ലെങ്കിൽ ഒരു പുതിയ അമേരിക്ക ആ ഒരു ഐഡിയയിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് പാസ്റ്റിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പോൾ മുൻപ് അമേരിക്ക എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പോൾ അമേരിക്ക എങ്ങനെയാണ്, ആ ഒരു ഡിഫറൻസ് അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇറ്റ് വാസ് സിംപ്ലർ ആൻഡ് ലെസ് ഒബ്സസ്ഡ് വിത്ത് പൊസഷൻസ്. അതായത് ഇത്രമാത്രം മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നില്ല അന്ന് അമേരിക്ക. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓട്ടോമൊബൈൽസ് ഉണ്ടായി തുടങ്ങി, മെറ്റീരിയൽസ് ഉണ്ടായി തുടങ്ങി. ആ ഒരു നമ്മുടെ മനസ്സിലൊക്കെ ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ വന്നു തുടങ്ങി. അന്ന് ഇത്രയും ആയിരുന്നില്ല, കുറച്ചും കൂടെ സിംപ്ലർ ആയിരുന്നു. ദ സ്പീക്കർ ആൻഡ് വിറ്റ്മാൻ ആർ ഓഫ് ദാറ്റ് അതർ അമേരിക്ക. അപ്പം ഈ ഒരു നമ്മുടെ സ്പീക്കറും വിറ്റ്മാനും ഒക്കെ ബിലോങ് ചെയ്യുന്നത് ആ ഒരു അതർ അമേരിക്കയിലാണ്, പഴയ അമേരിക്കയാണ്, ഇപ്പോഴത്തെ ഒന്നല്ല. ആൻഡ് അപ്പോൾ ഇപ്പം നമുക്ക് അവരുടെ ഒരു ഐസൊലേഷനും അതുപോലെ ആൾക്കാരിൽ നിന്നുള്ള ആ ഒരു ഡിഫറൻസും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അതായത് ആൾക്കാരെല്ലാം പോയി ഉറങ്ങുന്ന ടൈമിലും സ്റ്റിൽ എന്താണ് വിറ്റ്മാനും നമ്മുടെ പോയറ്റും കൂടെ നടക്കുമായിരിക്കും, ആ ഒരു റോഡിലൂടെ നടക്കുമായിരിക്കും, ബാക്കി എല്ലാവരും ഉറങ്ങുമായിരിക്കും. സോ അവർ രണ്ടുപേരും ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഐഡിയ നമുക്കിവിടെ കാണാം. He then asked Whitman, to whom he refers to as a lonely, old courage teacher, what America was like before Charan quit polishing his furry and you got out on a smoking bank and stood watching the boat disappear on the black waters of Leith. അതായത് ഇദ്ദേഹം ഇവിടെ പറയുന്നത് ചാരൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയാണെങ്കിലും ഓക്കെ, ഒരു സിദ്ധാർത്ഥ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. ഓക്കെ, സിദ്ധാർത്ഥ. അതിനകത്താണെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ മരണം പോവുകയാണ്. അപ്പം നമ്മുടെ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് എന്താണ്, ഇന്ത്യൻ മിത്തോളജി അല്ല ഹിന്ദു മിത്തോളജി, അതനുസരിച്ച് നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഒരു നദി പാസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി. ആ നദി വൈതരണി നദി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെയും ഇദ്ദേഹം ഒരു നദിയെ മെൻഷൻ ചെയ്യുന്നുണ്ട്. റിവർ സ്റ്റിക്സ് ആണ്, സ്റ്റിക്സ്. ഓക്കെ, നമ്മൾ എന്താണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൈതരണി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്സ്, ആ ഒരു റിവർ കടന്നു പോകുന്ന ആ ഒരു മരണത്തിന്റെ റിവർ മീൻസ് ആ കടത്തുകാരൻ, ആ ഒരു തോണിയുണ്ട്, ആ തോണിയിലെ ഫെറിമാൻ എന്ന് പറയുന്നത് ചേരനാണ്, ചേരൻ. അപ്പോൾ അദ്ദേഹമാണ് അവിടേക്ക് പാസ് ചെയ്ത് പോകുന്നത്. ഈ ലീത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിവറാണ്, കുറച്ചും കൂടെ സിനിസ്റ്റർ ആയിട്ടുള്ള റിവറാണ്. എന്ന് വെച്ചാൽ ഫുൾ ഓഫ് പാവങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾഡ് അമേരിക്കയും കറണ്ട് അമേരിക്കയും അദ്ദേഹം ഒരു മിത്ത് ഉപയോഗിച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മുൻപ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയായിരുന്നു. ആ ഒരു ചാരൻ, ആ ഒരു അദ്ദേഹം, ആ ഒരു ഫെറിമാൻ നമ്മുടെ ആ ഒരു മരണത്തിന്റെ റിവർ ക്രോസ് ചെയ്ത് പോകുന്നതായിരുന്നു മുൻപ്. ഇപ്പോൾ എന്താണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്, ഇപ്പം ആ ഒരു സിനിസ്റ്റർ റിവർ ആണെന്ന് പറയുന്നു. ലീത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഡിഫറെൻ്റ് ആണ്, സിനിസ്റ്റർ ആണ്, കപടമായൊരു റിവറാണ്. ദോസ് ഹു ഡ്രിങ്ക് ദ വാട്ടർ ഫ്രം ദിസ് റിവർ വിൽ ഫോർഗെറ്റ് എവരിത്തിങ്. ഈ ഒരു റിവറിൽ നിന്നും വെള്ളം കുടിക്കുന്നവർ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതായത് പണ്ട് ഞാൻ എങ്ങനായിരുന്നു, പണ്ട് നമ്മുടെ വേൾഡ് എങ്ങനായിരുന്നു, അമേരിക്ക എങ്ങനായിരുന്നു, ആ കാര്യങ്ങൾ മറന്നുപോകും. ഒരു പക്ഷേ പണ്ട് കടന്നുപോയ പോയറ്റ്സ്, ഇപ്പം ഈവൻ നമ്മുടെ വിറ്റ്മാനെ വരെ ആൾക്കാർ മറന്നിട്ടുണ്ടാവാം. അതിനൊക്കെയായിരിക്കാം ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പൊസിഷൻസിന് വേണ്ടി ആൾക്കാർ ഭയങ്കരമായിട്ട് അടികൂട്ടി ആ ഒരു പഴയ പോയറ്റ്സിനെയും ആൾക്കാരെയും ഒക്കെ അവർ മറന്നുപോയി, അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിക് ജീനിയസ് അതൊന്നും അവർക്കിപ്പോൾ പുറത്തെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ പറഞ്ഞാണ് നമ്മുടെ പോം അവസാനിപ്പിക്കുന്നത്.
നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ബീറ്റ് കൾച്ചർ അതെന്താണെന്ന് അറിയാമല്ലോ ബീറ്റ് കൾച്ചർ അല്ലെങ്കിൽ ബീറ്റ് ജനറേഷൻ അതിനുള്ളൊരു കൗണ്ടർ കൾച്ചറായിട്ടാണ് ഈ ഒരു പോം കാണാൻ പറ്റുന്നത്. ആ ഒരു ബീറ്റ് ജനറേഷനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. Ginsberg clearly draws a line between him and the people living in suburban America with their blue automobiles. നമുക്കത് തന്നെ ഒരു തീമായിട്ട് വേണമെങ്കിലും എഴുതി വെക്കാം. അല്ല വേണമെങ്കിലല്ല നമ്മുടെ ഒരു തീം തന്നെയാണ് അതെന്ന് പറയുന്നത്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്ന തീമാണ്. ഓക്കെ അപ്പോൾ നമുക്കിനി ബാക്കി നമ്മുടെ തീംസ് നോക്കാം. പിന്നെ നമുക്ക് ഇമാജിനേഷൻ കാണാൻ പറ്റും, ഇല്യൂഷൻ കാണാൻ പറ്റും, റിയാലിറ്റി കാണാൻ പറ്റും. ലാസ്റ്റ് സ്റ്റാൻസ ഇപ്പം നമ്മൾ പറഞ്ഞ ഫൈനൽ സ്റ്റാൻസയിൽ നമുക്കൊരു കൾച്ചർ കോൺഷ്യസ്നസ് കാണാൻ പറ്റും. ആ ഒരു 2 കൾച്ചറിലും നിന്നിട്ട് മറ്റ് കൾച്ചറിൻ്റെ ആ ഒരു പോരായ്മ അത് കാണാൻ പറ്റും. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ പോം മനസ്സിലായിക്കൊണ്ടെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.